മറ്റുള്ളവരാരും എന്നെ മാത്രം ശ്രദ്ധിക്കുന്നില്ല. അവരെന്നെക്കുറിച്ചായിരിക്കുമോ പറയുന്നത്? അവരെന്നെക്കുറിച്ച് ചീത്തയായിരിക്കുമോ പറയുന്നത്? ഇതുപോലുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട് ചില ആൾക്കാരുടെ അരികിലേക്ക് എത്തിച്ചേരുമ്പോൾ, അല്ലേ? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് അവരാ കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറയും. ആ സമയത്ത് നമ്മളുടെ മനസ്സിൽ വിചാരിക്കുന്നത് അവർ നമ്മളെക്കുറിച്ചാണോ പറയുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ സൗഹൃദത്തിനിടയിൽ ചെറിയൊരു വിള്ളൽ വീഴും. ശരിയല്ലേ? സുഹൃത്തുക്കളുമായിട്ട് കൂടി നിൽക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എല്ലാവരുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. പകരം കുറച്ച് കൂട്ടുകാരെ മാറ്റി നിർത്തി സംസാരിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ സൗഹൃദത്തിന് വിള്ളലേൽക്കാൻ ചില കാരണങ്ങളിൽ ഒന്നായി മാറും. അത് നമ്മൾ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മളുടെ അരികിലേക്ക് വന്ന് നമ്മളിങ്ങനെ എപ്പോഴും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് കുറ്റങ്ങളായിരിക്കും പറയുക. ഒന്ന് നല്ല രീതിയിൽ അവരെ ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. നമ്മളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് പോലും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്നവരാണെങ്കിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് നമ്മളെക്കുറിച്ചും കുറ്റങ്ങൾ പറയും. ശരിയല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടുകാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് എക്സ്ക്യൂസൊക്കെ പറയുന്ന കുറേ സുഹൃത്തുക്കളുണ്ടാവും, അല്ലേ? എങ്ങനെയാ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം കടന്നു വന്നു. ആ സമയത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ്, എടാ എനിക്ക് കുറച്ച് പൈസ കടം തരുമോ? അപ്പോൾ ആ സുഹൃത്ത് പറയുന്ന കാര്യം ഇതായിരിക്കും, എടാ നിനക്ക് ഇന്നലെ ചോദിക്കാൻ വയ്യായിരുന്നു, ഇന്നലെ കൂടി എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു, മറ്റൊരു സുഹൃത്തിനെ സഹായിച്ചു. അങ്ങനെ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് ആ ഒരു കാര്യത്തിൽ നിന്ന് അയാൾ സ്കിപ്പായി മാറി നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും വലിയൊരു ആപത്ത് സംഭവിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സുഹൃത്തിൽ നിന്ന് നല്ലൊരു പണി കിട്ടിയേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ടാവും, അല്ലേ? അവരുടെ കൂടെ കൂടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചില നിമിഷങ്ങളിൽ നമ്മൾക്കും ആ കളിയാക്കലുകൾ ഏൽക്കേണ്ടി വരാറുണ്ട്. ശരിയല്ലേ? ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മളും ഈ ഒരു സ്ഥാനത്തേക്ക് വന്നെത്തിച്ചേരുന്ന സമയത്ത് നമ്മളെ ഒറ്റയ്ക്ക് നിർത്തി അവരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് ചിന്തിക്കുക. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഏത് രീതിയിലാണ് കളിയാക്കലുകൾ ഏൽക്കേണ്ടി വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. ചില വാക്കുകൾ ചിലപ്പോൾ നമ്മളെ ഒരുപാട് മുറിവേൽപ്പിക്കും. ശരിയല്ലേ? ആ വാക്കുകളായിരിക്കും ചിലപ്പോൾ നമ്മളെ തളർത്തുന്നത്. സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക. ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൂടെ വന്നെത്തിച്ചേരുന്ന ചില നല്ല സുഹൃത്തുക്കളുണ്ടാവും. അവർ നമ്മളോട് അധികമൊന്നും സംസാരിക്കില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് കടന്നു വരുന്ന സമയത്താണെങ്കിൽ പോലും സഹായിക്കാൻ അവരായിരിക്കും കൂട്ടിനുണ്ടാവുക. പണ്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത് പോലെ കറിവേപ്പില എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് കളയുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉപകരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ അധികം സംസാരിക്കാത്ത ചിലരായിരിക്കും നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. ആരെ നമുക്ക് ഉപകരിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. അധികം ഉപദ്രവകാരികളല്ലാത്ത നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിനും മനസ്സിനും നല്ലത് മാത്രം സമ്മാനിക്കും. കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മളും മനസ്സ് കാണിക്കണം. പക്ഷെ എന്നാൽ അത് അതിര് കവിയുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാക്കാനും കഴിയണം. ശരിയല്ലേ? ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ എപ്പോഴും ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മളാണ് ബില്ല് പേ ചെയ്യുന്നത്, മറ്റുള്ളവരാരും പേ ചെയ്യുന്നില്ല. ശരിക്കും ആ സുഹൃത്തുക്കൾ നമ്മളെ മുതലെടുക്കുകയല്ലേ? ചിലപ്പോൾ നമ്മൾ മനസ്സിൽ അങ്ങനൊന്നും വിചാരിക്കുന്നില്ലായിരിക്കും. പക്ഷേ എപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക അത്തരം സുഹൃത്തുക്കളെ. നമ്മളെ മുതലെടുക്കുന്ന ചില സുഹൃത്തുക്കൾ, നമ്മൾ പോലും അറിയാതെ നമ്മളെ മുതലെടുക്കുന്നവർ. അതുപോലുള്ള ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അതുമാത്രമല്ല, അനുഭവത്തിലും കുറച്ചൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും. നല്ല സുഹൃത്തുക്കൾ നമ്മളെ നല്ല വഴിയിലൂടെ നയിക്കും. അതിനുത്തമ ഉദാഹരണമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എടാ നീ അത് ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞു തരുന്ന സുഹൃത്തുക്കൾ. പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും കുഴപ്പമില്ല നീ ചെയ്യടാ
എന്ന് പറഞ്ഞ് നമ്മളെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ടാവില്ലേ? സോ അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ആപത്ത് കാലത്തൊന്നും ഈ കൂട്ടുകാരും ഉണ്ടാവില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളല്ല, നമ്മുടെ വീട്ടുകാരെ ഉണ്ടാവുള്ളൂ. അപ്പോഴും ചില സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കും. ചിലപ്പോൾ സഹായങ്ങളൊന്നും ചെയ്തെന്ന് വരില്ല, പകരം നല്ല വാക്കുകളായിരിക്കും പറയുക. ഇപ്പോൾ എങ്ങനെയുണ്ട്, അസുഖം ഭേദമായോ, അങ്ങനെ കുറേ നല്ല വാക്കുകൾ. ആ ഒരു വാക്ക് മതിയാവും ആ സുഹൃത്തിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾ തിരഞ്ഞു കണ്ടെത്തുക. ഓരോ ആൾക്കാരിലേക്കും നമ്മൾ എത്തിച്ചേരുമ്പോൾ അവരെ ശ്രദ്ധയോടുകൂടി തന്നെ നിരീക്ഷിച്ച് നല്ല സുഹൃത്തുക്കളാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കട്ടെ. നല്ല സുഹൃത്തുക്കൾ എന്നും നമ്മൾക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. നല്ല സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. പിന്നെ ഒരു കാര്യം കൂടി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ആദ്യമാണിത് പറയുന്നത്, പക്ഷെ ഞാൻ എപ്പോഴും ഏറ്റവും അവസാനം മാത്രമേ പറയാറുള്ളൂ. കാരണം നിങ്ങൾക്കും ബോറടിക്കരുത് എൻ്റെ വീഡിയോസ് കണ്ട്.